ഇന്ന് നമ്മളൊരു കുഞ്ഞു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ എന്നത് വളരെ ചുരുങ്ങിയ ചിലവിൽ രോഗം വരുന്നത് തടയാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനുള്ള ഒരു മാർഗമാണ്. ഇന്ത്യ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഇന്ത്യയിൽ ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത് 1978 1985 ഈ പ്രോഗ്രാം കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യുകയും ഇതിന് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം UIP എന്ന് പേര് കൊടുക്കുകയും ചെയ്തു. സോ ഈ പ്രോഗ്രാം 1978 സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് 1985 ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയും പിന്നീട് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന് പേര് മാറ്റുകയും ചെയ്തു. സോ ഇമ്മ്യൂണൈസേഷൻ എന്നത് ഒരു പ്രോസസ്സാണ്. അതായത് ഒരു പേഴ്സണ് ഇമ്മ്യൂണിറ്റി കൈവരിക്കാനും അതുപോലെ തന്നെ രോഗത്തിൽ നിന്ന് പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇമ്മ്യൂണൈസേഷനിൽ പ്രധാനമായിട്ടും നമ്മൾ വാക്സിൻസ് ആണ് കുത്തിവെപ്പ് ആയിട്ട് എടുക്കുന്നത്. ഈ വാക്സിൻസ് നമ്മുടെ ബോഡിയിലെ നമ്മുടെ സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് ആക്ട് ചെയ്യുകയും അതിനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഒരു പേഴ്സണെ രോഗത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് വാക്സിൻസ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് വാക്സിൻസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് BCG വാക്സിൻ ആണ്. സെക്കൻഡ് വൺ ഓറൽ പോളിയോ വാക്സിൻ OPV എന്ന് പറയും. തേർഡ് വൺ എന്ന് പറയുന്നത് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ IPV. ദെൻ ഫോർത്ത് വൺ റോട്ടാ വൈറസ് വാക്സിൻ RVV. ദെൻ ഫിഫ്ത്ത് വൺ DPT വാക്സിൻ ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, അങ്ങനെ 3 രോഗത്തിനെതിരെയുള്ള വാക്സിൻ ആണ് DPT വാക്സിൻ. Then next one is hepatitis B vaccine. Then seventh one is pentavalent vaccine. DPT അതായത് ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, അതിൻ്റെ കൂടെ ഹെപ്പറ്റൈറ്റിസ് B ഇൻഫെക്ഷനെതിരെയുള്ളതും പിന്നെ അതുപോലെ തന്നെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് B വാക്സിൻസ്. അങ്ങനെ 5 അസുഖത്തിനെതിരെയാണ് പെൻഡാവാലന്റ് വാക്സിൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ, ദാറ്റ് ഈസ് PCV വാക്സിൻ. ദെൻ അടുത്തത് MMR വാക്സിൻ, മീസിൽസ്, മംസ്, റുബെല്ല വാക്സിൻ. ദെൻ TD വാക്സിൻ. TD വാക്സിൻ എന്ന് പറയുന്നത് ടെറ്റനസിനും ഡിഫ്തീരിയയ്ക്കും എതിരെ ഉള്ള വാക്സിൻ ആണ് TD വാക്സിൻ. ദെൻ JE വാക്സിൻ, അതായത് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻ. ഇനി നമുക്ക് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ പ്രഗ്നന്റ് വുമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രഗ്നന്റ് വുമൻസിന് നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത് TD വാക്സിൻ 1, 2 ആൻഡ് TD ബൂസ്റ്റർ ഡോസ്. ഇനി TD എന്ന് പറയുന്നത് ടെറ്റനസ് ആൻഡ് അഡൽട്ട് ഡിഫ്തീരിയനെ തടയുന്ന വാക്സിൻ ആണ് TD വാക്സിൻ. ഇത് ഫസ്റ്റ് ഡോസ് എടുക്കുന്നത് ഏർലി പ്രഗ്നൻസിയിലാണ്. ആദ്യത്തെ ഫ്യൂ മന്ത്സിലാണ് ഈ വാക്സിൻ എടുക്കുന്നത്. 0.5 ml IM ആയിട്ടാണ് നമ്മുടെ അപ്പർ ആമിലാണ് കുത്തിവെക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഡോസ് TD വാക്സിൻ ഏർലി പ്രഗ്നൻസിയിൽ എടുക്കും. 0.5 ml എടുക്കുന്നു. IM ആയിട്ട് ഇൻട്രാമസ്കുലർലി എടുക്കുന്നു അപ്പർ ആമിൽ. സെക്കൻഡ് വാക്സിന് TD സെക്കൻഡ് ഡോസ് ആണ്. ഇത് 4th വീക്ക് ആഫ്റ്റർ TD1. അതായത് ആദ്യത്തെ TD ഫസ്റ്റ് ഡോസ് എടുത്ത് 4 ആഴ്ച കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടാണ് TD സെക്കൻഡ് ഡോസ് എടുക്കുന്നത്. സെയിം ഡോസും റൂട്ടൊക്കെ തന്നെയാണ്. IM ആയിട്ട് 0.5 ml അപ്പർ ആമിൽ എടുക്കുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് TD ബൂസ്റ്റർ ആണ്. ഇത് TD ഫസ്റ്റും സെക്കൻഡ് ഡോസ് എടുത്തു കഴിഞ്ഞ് 3 വർഷത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഇതിന്റെ ബൂസ്റ്റർ ഡോസ് എടുത്താൽ മതി. അതാണ് TD ബൂസ്റ്റർ ഡോസ്. അത് സെയിം 0.5 ml IM അപ്പർ ആമിൽ. സോ പ്രഗ്നന്റ് ലേഡീസിന് പ്രധാനമായിട്ടും TD ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ് ആൻഡ് TD ബൂസ്റ്റർ ഡോസ് ഇത്രയാണ് എടുക്കുന്നത്. ഇനി അടുത്തത് ഇൻഫൻസിനും ചിൽഡ്രൻസിന്റെയും നോക്കാം. വാക്സിൻസ് ഒരുമിച്ച് നമുക്ക് നോക്കാം. ഇത് ഞാൻ കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനായിട്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ അറ്റ് ബർത്തിൽ എടുക്കുന്ന വാക്സിൻ ആണ് പറയുന്നത്. അറ്റ് ബർത്തിൽ എന്ന് പറയുന്നത് നമ്മൾ അത് ഓർക്കുക, ബോ എന്ന് ഓർക്കുക, BOH ബോ. അറ്റ് ബർത്തിൽ ബോ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് BCG, ദെൻ OPV വാക്സിൻ, ദെൻ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ. അതാണ് ബോ എന്ന് പറയുന്നത്. BCG, OPV ഓറൽ പോളിയോ വാക്സിൻ 0 ഡോസ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ. അപ്പൊ അറ്റ് ബർത്തിൽ ബോ. BCG വാക്സിൻ 0.5 ml ID ഇൻട്രാഡെർമലി എടുക്കുന്നു. ലെഫ്റ്റ് അപ്പർ ആമിലാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ഓറൽ പോളിയോ വാക്സിൻ ഓറലി, പേരിൽ തന്നെ
പറയാം ഓറലി ആണ് കൊടുക്കുന്നത്, 2 drops ആണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ 0.5 ml IM എടുക്കുന്നു. അത് ആന്റിറോ ലാറ്ററൽ സൈഡ് ഓഫ് ദി മിഡ് തൈയുടെ ആന്റിറോ ലാറ്ററൽ സൈഡിലാണ് എടുക്കുന്നത്. അപ്പോ അറ്റ് ബർത്തിൽ ബോ അതായത് BCG ഓറൽ പോളിയോ വാക്സിന്റെ 0 ഡോസ്, ദെൻ ഹെപ്പറ്റൈറ്റിസ് ബി. 6th വീക്കിലും 10th വീക്കിലും 14th വീക്കിലും കൂടെ ഒരുമിച്ച് പറയാം. 6th വീക്കില് എല്ലാ വീക്കിലും റോപ്പ് എന്ന് ഓർക്കുക. ROP ഇതില് 6th വീക്കിലാണെങ്കിൽ ROPയുടെ കൂടെ PCV1 IPV1 വരുന്നുണ്ട്. ROPയുടെ കൂടെ PCV1 ആൻഡ് IPV1. ROPയില് R എന്ന് പറയുന്നത് റോട്ട വൈറസ് 1 ആൻഡ് O എന്ന് പറയുന്നത് ഓറൽ പോളിയോ വാക്സിന്റെ ഫസ്റ്റ് ഡോസ്, ദെൻ P എന്ന് പറയുന്നത് പെൻഡാവാലന്റിന്റെ ഫസ്റ്റ് ഡോസ്. അങ്ങനെയാണ് ROP എന്ന് പറയുന്നത്. ഇനി PCV എന്ന് പറയുന്നത് ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ, അതിന്റെ ഫസ്റ്റ് ഡോസും IPV എന്ന് പറയുന്നത് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ഫസ്റ്റ് ഡോസും. അപ്പൊ അതാണ് 6th വീക്കിലാണ് വരുന്നത്. P എന്ന് പറയുന്നത് പെൻഡാവാലന്റ് ആണ്. പെൻഡാവാലന്റ് ഫസ്റ്റ് ഡോസ്, അതിൽ നമ്മൾ പറഞ്ഞു 5 അസുഖത്തിനെതിരെ ഉള്ളതാണ് ഈ പെൻഡാവാലന്റ്. അത് 0.5 ml IM ആന്റിറോലാറ്ററൽ സൈഡ് ഓഫ് ദ മിഡ്-തൈയിലാണ് കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് PCV1 ആണ്. ഈ PCV1 ആണ് പിന്നെ ഉള്ളത്. ഇത് 0.5 ml IM ആയിട്ട് സെയിം പെൻഡാവാലന്റിന്റെ പോലെ തന്നെ ആന്റിറോലാറ്ററൽ സൈഡ് ഓഫ് ദി മിഡ്-തൈയിൽ കൊടുക്കുന്നു. ദെൻ IPV 0.1 ml ഇൻട്രാഡെർമലി കൊടുക്കുന്നു. അത് റൈറ്റ് അപ്പർ ആമിലാണ് കൊടുക്കുന്നത്. റോപ്പ് പ്ലസ് PCV1 ആൻഡ് IPV1. ഇനി 10th വീക്കിലെ നമുക്ക് നോക്കാം. 10th വീക്കില് റോപ്പ് മാത്രമേ ഉള്ളൂ. അതായത് റോട്ട വൈറസിന്റെ സെക്കൻഡ് ഡോസ്, ദെൻ ഓറൽ പോളിയോ വാക്സിന്റെ സെക്കൻഡ് ഡോസ്, പെൻഡാവാലന്റിന്റെ സെക്കൻഡ് ഡോസ്. അത് ഏതൊക്കെ അളവിലാന്ന് നമ്മളിവിടെ മുകളിൽ പറഞ്ഞു. റോട്ട വൈറസ് 5 drops ഓറലി കൊടുക്കുന്നു. അതുപോലെ ഓറൽ പോളിയോ വാക്സിൻസ് 2 drops ഓറലി കൊടുക്കുന്നു. പെൻഡാവാലന്റ് 0.5 ml IM ആയിട്ട് ആൻഡ്രോലാറ്ററൽ സൈഡ് ഓഫ് ദി മിഡ്-തൈയിൽ കൊടുക്കുന്നു. 14th വീക്കിൽ കൊടുക്കുന്നത് ROP തന്നെ. അതിന്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ PCV2ഉം IPV2ഉം കൊടുക്കുന്നു. റോട്ട വൈറസിന്റെ 3rd ഡോസ്, ഓറൽ പോളിയോ വാക്സിന്റെ 3rd ഡോസ്, പെൻഡാവാലന്റിന്റെ 3rd ഡോസ്, പിന്നെ PCVയുടെ സെക്കൻഡ് ഡോസും IPVയുടെ സെക്കൻഡ് ഡോസും. ഇനി അടുത്തെന്ന് പറയുന്നത് 9th മന്തിലാണ്. 9th മന്ത് ആകുമ്പോൾ ജാം എന്ന് ഓർക്കുക, ജാം കഴിച്ചു എന്ന് ഓർക്കുക. അതുപോലെ ജാം അതായത് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻ ഫസ്റ്റ് ഡോസ്, പിന്നെ വൈറ്റമിൻ എ എന്ന് പറയുന്നത് വൈറ്റമിൻ എ ഫസ്റ്റ് ഡോസ്, ദെൻ M എന്ന് പറയുന്നത് MR വാക്സിൻ ഫസ്റ്റ് ഡോസ്. അങ്ങനെ 3 വാക്സിൻസ് ആണ് കൊടുക്കുന്നത്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻ ഫസ്റ്റത്തേത് 0.5 ml സബ്ക്യൂട്ടേനിയസ്ലി ആണ് കൊടുക്കുന്നത് ലെഫ്റ്റ് അപ്പർ ആമില്. വൈറ്റമിൻ എ നമ്മളത് ഓറലി കൊടുക്കുന്നതാണ്, 1 ml ആണ് കൊടുക്കുന്നത്. ഇനി MR വാക്സിൻ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിന്റെ പോലെ തന്നെ സെയിം ആണ്, 0.5 ml സബ്ക്യൂട്ടേനിയസ്ലി, പക്ഷെ റൈറ്റ് അപ്പർ ആമിലാണ് കൊടുക്കുന്നത്. MRല് 6 ഉണ്ട്. അപ്പൊ 6 ഉള്ളത് കൊണ്ട് നമ്മൾ പറയാ റൈറ്റ് അപ്പർ ആമിലാണ് കൊടുക്കുന്നത്. ജാപ്പനീസ് എൻസെഫലൈറ്റിസിൽ 6 ഇല്ല, സോ അത് ലെഫ്റ്റ് അപ്പർ ആമിലാണ് കൊടുക്കുന്നത്. അതാണ് അവർ തമ്മിലുള്ള ഒരു വേഗ ഡിഫറൻസ്. ഇനി അടുത്തത് 16 to 24 മന്തിൽ കൊടുക്കുന്നതാണ്. അത് നമ്മൾ മോദിജി എന്ന് ഓർക്കുക, മോദിജി. അപ്പൊ അത് MR വാക്സിന്റെ സെക്കൻഡ് ഡോസ്, ഓറൽ പോളിയോ വാക്സിന്റെ ബൂസ്റ്റർ ഡോസ്, പിന്നെ DPT ബൂസ്റ്റർ ഫസ്റ്റ് ഡോസ്, ദെൻ ജാപ്പനീസ് എൻസെഫലൈറ്റിസിന്റെ സെക്കൻഡ് ഡോസ്. അപ്പൊ അങ്ങനെ മോദിജി പ്ലസ് വൈറ്റമിൻ എയുടെ സെക്കൻഡ് ഡോസും ഇവിടെ കൊടുക്കുന്നു. അപ്പൊ ഇത്രയും ഡോസസ് ആണ് ഇവിടെ കൊടുക്കുന്നത്, വാക്സിൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. 9th മന്തില് ജാം, 16 to 24 മന്തില് മോദിജി പ്ലസ് വൈറ്റമിൻ എ, അതായത് MR വാക്സിൻ സെക്കൻഡ് ഡോസ്, ഓറൽ പോളിയോന്റെ ബൂസ്റ്റർ ഡോസ്, DPT ബൂസ്റ്റർ ഡോസ്, ആൻഡ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിന്റെ സെക്കൻഡ് ഡോസ്, ദെൻ വൈറ്റമിൻ എന്റെ സെക്കൻഡ് ഡോസ്. ഇത്രയും വാക്സിൻസ് ആണ് കൊടുക്കുന്നത്. ഇനി DPTയുടെ ബൂസ്റ്റർ ഡോസ് എന്ന് പറയുന്നത് 0.5 ml IM ആയിട്ട് കൊടുക്കുന്നു. ആന്റിറോലാറ്ററൽ സൈഡ് ഓഫ് ദി മിഡ്-തൈയിലാണ് DPTയുടെ വാക്സിൻ കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും മന്തിന്റെ കഴിഞ്ഞു. ഇനി 5 ഇയേഴ്സിന്റെ നമുക്ക് നോക്കാം. 5 ഇയേഴ്സിന്റെ എന്ന് പറയുമ്പോൾ DPT ബൂസ്റ്ററിന്റെ സെക്കൻഡ് ഡോസ് ആണ് 5 ഇയേഴ്സിൽ കൊടുക്കുന്നത്, 5ാം വയസ്സിൽ കൊടുക്കുന്നത്. ഇതിന്റെ ഡോസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0.5 ml IM ആയിട്ട് അപ്പർ ആമിൽ കൊടുക്കുന്നു.
DPTയുടെ ബൂസ്റ്റർ ഡോസ് അപ്പർ ആമിൽ കൊടുക്കുന്നു. ഇനി 10 വയസ്സിലും 15 വയസ്സിലും കൊടുക്കുന്നത് നോക്കാം. 10 വയസ്സിലും 15 നമ്മൾ പഠിക്കുമ്പോൾ ഈ ബൂസ്റ്റർ പറയുന്നത് 0.5 ml IM ഇൻട്രാമസ്കുലാർലി നമ്മൾ എടുക്കുന്നു, അപ്പർ ആമിൽ എടുക്കുന്നു. അത് ലെഫ്റ്റ് ഓർ റൈറ്റ് എവിടെയായാലും അപ്പർ ആമിലാണ് എടുക്കുന്നത്. ഇത്ര നേരം പറഞ്ഞത് ചിൽഡ്രൻസിന്റെ വാക്സിൻസ് ആയിരുന്നു. അതുപോലെ നമ്മൾ ആദ്യം കണ്ടത് പ്രഗ്നന്റ് ലേഡീസിന്റെ വാക്സിൻ ആയിരുന്നു. പിന്നെ നമ്മൾ ചിൽഡ്രൻസിന്റെ ഇൻഫൻസിന്റെയും നോക്കി. ഏറ്റവും ആദ്യത്തെ 0 മന്തില് അറ്റ് ബർത്തിൽ നമ്മൾ കൊടുക്കുന്നത് ഓർക്ക ബോ എന്ന് ഓർക്ക. 6th വീക്കിലാണെങ്കിൽ ROPയുടെ കൂടെ PCV1 ആൻഡ് IPV1 ഉണ്ട്. പിന്നെ 10th വീക്കിലാണെങ്കിൽ ROP മാത്രമേ ഉള്ളൂ. 14th വീക്കില് ROP പ്ലസ് PCVയുടെ സെക്കൻഡ് ആൻഡ് IPVയുടെ സെക്കൻഡ്. 9th മന്തില് ജാം എന്ന് ഓർക്കുന്നു. പിന്നെ 16 to 24 മന്തില് മോദിജി പ്ലസ് വൈറ്റമിൻ എ എന്ന് ഓർക്ക, കൂടെ ഓർക്ക. 5 ഇയേഴ്സില് DPT ബൂസ്റ്റർ ഡോസ്, 10 and 15 ഇയേഴ്സില് TD ബൂസ്റ്റർ ഡോസ്. അപ്പൊ ഇത്രയാണ് വാക്സിൻ ഷെഡ്യൂളിനെ പറ്റി പറയാനുള്ളത്. അപ്പോ ഈ കോഡൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.